നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. നിരവധി ആളുകളാണ് രണ്ട് ഭാഗത്തുമായിട്ട് മരണമടഞ്ഞിട്ടുള്ളത്. ഏകദേശം 20,000-ഓളം ആളുകൾ ഇതിനോടകം തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഈ ഒരു വാർത്ത വരുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും ഇടം പിടിക്കുന്നുണ്ട്. അതായത് അവിടെ നിന്നുള്ള പല ദൃശ്യങ്ങളും എന്നാൽ സംഭവവുമായി ബന്ധമില്ലാത്ത തരത്തിൽ ചില കുറിപ്പുകളും അതുപോലെ തന്നെ പോസ്റ്റുകളായിട്ട് വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പരക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യാജന്മാരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ നിന്നുള്ള വാർത്തയുടെ സ്രോതസ് എല്ലാം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയതിനാൽ തന്നെ എല്ലാം വിശ്വാസത്തിൽ എടുക്കാനും സാധിക്കുന്നില്ല. ഏതായാലും ഇസ്രായേൽ സൈനികരെ ഗാസയിലെ അൽ ദരജ് മേഖലയിൽ വെച്ച് ഹമാസിന്റെ അൽ ഗസാം ബ്രിഗേഡുകൾ വധിച്ചു എന്ന തലക്കെട്ടോടെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചാരത്തിലുണ്ട്. 12ഓളം സൈനികരെ ഒരു കെട്ടിടത്തിൽ കുടുക്കിയെന്നും ഇതിൽ ചിലരെ വധിക്കുകയും മറ്റു ചിലരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നും അവകാശപ്പെട്ടാണ് ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നത്. പാലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കുകയില്ല. അൽ ഗസാം ബ്രിഗേഡുകൾ 12 സൈനികർ അടങ്ങുന്ന ഒരു ഇസ്രായേൽ സേനയെ ഗാസ സിറ്റിയുടെ വടക്ക് കിഴക്ക് അൽദരജ് പരിസരത്തുള്ള ഒരു കെട്ടിടത്തിനുള്ളിൽ കുടുക്കി അതിൽ അംഗങ്ങളെ വധിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നെഴുതിയ ഒരു കുറിപ്പും ഈ ഒരു ചിത്രത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചാരത്തിലുള്ള ചിത്രം അൽദരജ് മേഖലയിൽ വെച്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിൻ്റെതല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച 2023 ഒക്ടോബർ മാസത്തിൽ ഇസ്രായേലിലെ കഫർ അസ്ല എന്ന ഗ്രാമം ഹമാസ് ആക്രമിച്ചപ്പോഴുള്ളതാണ് ഈ ഒരു ചിത്രം. ഗാസയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വടക്കൻ ഗാസയിലെ ദരജ് മേഖലയിലുണ്ടായ വയോ ആക്രമണത്തിൽ 2 സ്കൂളുകളിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 50-ലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും പ്രചാരത്തിലുള്ള ചിത്രത്തിന് ഇപ്പോഴത്തെ സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്നറിയാൻ ചിത്രങ്ങൾ പരിശോധിച്ചു. സമാനമായ ചിത്രം ഉപയോഗിച്ചുള്ള നിരവധി ന്യൂസ് റിപ്പോർട്ടുകൾ പക്ഷേ ലഭ്യമായി. കഫർ അസ്ല ഗ്രാമത്തിൽ ഹമാസ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയ ഗ്രാമവാസികളുടെ മൃതദേഹം ശേഖരിക്കുന്ന ഇസ്രായേൽ സൈനികർ എന്ന തലക്കെട്ടോടെയാണ് മറ്റൊരു മാധ്യമത്തിൽ ഈ ഒരു ചിത്രം വന്നിട്ടുള്ളത്. ഒക്ടോബർ 14 പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഒക്ടോബർ 7 നടന്ന സംഭവം എന്നാണ്. ഹമാസ് ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് കഫർ അസ്ല ഗ്രാമത്തിൽ 750ഓളം ആളുകളാണ് താമസിച്ചിരുന്നത്. നിരവധി ആളുകളാണ് ഹമാസിന്റെ ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ടത്. 150ഓളം ആളുകളെ തടവിലാക്കി കൊണ്ടുപോയി. ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ സുപ്രധാനമായ സംഭവമാണ് 2023 ഒക്ടോബർ 7 നടന്ന കഫർ അസ്ല ആക്രമണം. ഈ സംഭവത്തിന് ശേഷം ആദ്യം ഗ്രാമത്തിലേക്ക് പോകാൻ അനുവാദം കിട്ടിയവരിൽ ഒരാളായ ദി ന്യൂയോർക്ക് ടൈംസ് ഫോട്ടോഗ്രാഫർ സെർജി പെനാമറ പകർത്തിയ ചിത്രം ഗാസ സംഘർഷങ്ങളുടെ ഭാഗമായി നിരവധി വാർത്തകളിലും ലേഖനങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അൽ അക്സ ബ്രിഗേഡുകൾ ഇസ്രായേൽ സൈന്യത്തെ അൽ ദരജ് മേഖലയിലെ കെട്ടിടത്തിനുള്ളിൽ കുടുക്കി കൊലപ്പെടുത്തി എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന ചിത്രം 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലെ കഫർ അസ്ല ഗ്രാമം ആക്രമിച്ച് അവിടുത്തെ താമസക്കാരെ കൊലപ്പെടുത്തിയ സംഭവത്തിൻ്റെതാണെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്.